രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെയും സംരക്ഷിക്കാനും ഫാസിസ്റ്റുകളെ ചെറുത്തു തോൽപ്പിക്കാനും മതേതര പാർട്ടികളുമായി ചേർന്ന് ഒറ്റയ്ക്കും പോരാട്ടം നടത്തുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി ഹിന്ദുത്വ വർഗീയ വികാരം ഏകോപിപ്പിക്കാനുള്ള ശ്രമം ഊർജിതമാക്കുകയാണെന്നും CPIM അടുത്ത വർഷം ഏപ്രിലിൽ 24ാം പാർട്ടി കോൺഗ്രസ് ചേരാനും ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും ഫെഡറലിസവും പൗരസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം. പാർലമെന്റിനകത്തും പുറത്തും ഇതിനായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. മതനിരപേക്ഷ ജനാധിപത്യ പാർട്ടികളുമായി ചേർന്നും ഒറ്റയ്ക്കും രാജ്യമെമ്പാടും പോരാട്ടം ഏറ്റെടുക്കുമെന്നും 3 ദിവസം ദില്ലിയിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം വ്യക്തമാക്കി. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായ തിരിച്ചടിയാണ് BJPക്ക് നൽകിയത്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി ഏകാധിപത്യം വീണ്ടെടുക്കാൻ നിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടത്തുകയാണെന്ന് CPIM മുന്നറിയിപ്പ് നൽകി. ഹിന്ദുത്വ വർഗീയ വികാരം ഏകോപിപ്പിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമം അഴിച്ചുവിടുന്നു. CPIM ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ കൂടുതൽ തീവ്രതയോടെ ഉപയോഗിക്കുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തും അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തതും അരുന്ധതി റോയ്ക്കെതിരെ നീക്കവും ഇതിന്റെ ഭാഗമാണെന്നും കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭരണഘടനയുടെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും ലംഘനമാണെന്ന് CPIM വിലയിരുത്തി. നീറ്റ് ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ മതനിരപേക്ഷ കക്ഷികളെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ CPIM പ്രധാന പങ്കുവഹിച്ചു. എന്നാൽ പാർട്ടിയുടെ പ്രകടനം നിരാശാജനകമാണ്. 52 സീറ്റിൽ 4 മാത്രമാണ് വിജയിച്ചത്. ദൗർബല്യങ്ങളും പോരായ്മകളും കൃത്യമായി കണ്ടെത്തണം. കുറവുകൾ കണ്ടെത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവിഷ്കരിച്ച ദൗത്യം സംസ്ഥാന കമ്മിറ്റികൾ മുന്നോട്ട് കൊണ്ടുപോകാനും തീരുമാനിച്ചു. 2025 ഏപ്രിലിൽ CPIM 24ാം പാർട്ടി കോൺഗ്രസ് നടത്താനും കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു. ഇതിനു മുന്നോടിയായി പാർട്ടി സമ്മേളനങ്ങൾക്ക് സെപ്റ്റംബറിൽ തുടക്കമാകും. കൈരളി ന്യൂസ്, ദില്ലി.